ഞാൻ ഡോക്ടർ തോമസ്, പീഡിയാട്രിഷ്യൻ, ആത്രി ഹോസ്പിറ്റൽ. ഈ സീസണിൽ കുട്ടികളിൽ ഡെങ്കിപ്പനി കൂടുതലായി കണ്ടുവരുന്നു. പനിയും തൊണ്ടവേദനയും തലവേദനയും ശരീരവേദനയും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഡെങ്കി ടെസ്റ്റും അതിനോട് ബന്ധപ്പെട്ട ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ്. ഡെങ്കിപ്പനിയുള്ള കുട്ടികൾ വളരെ ക്ഷീണിതനായി കാണപ്പെടുന്നു. ഡെങ്കിപ്പനിക്ക് 3 സ്റ്റേജുകളുണ്ട്. തുടക്കത്തിൽ പനിയും ശരീരവേദനയും 3-4 ദിവസം ഉണ്ടാവും. ഈ സമയത്ത് ധാരാളം വെള്ളം, പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം, ORS എന്നിവ കുടിക്കണം. 3-4 ദിവസം കഴിഞ്ഞാൽ പനി കുറയും. പിന്നീട് ഡെങ്കിപ്പനി രണ്ടാമത് വരുന്ന കുട്ടികളിൽ 10% പേർക്ക് 2ാം സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജിൽ നിർബന്ധമായും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഈ സമയത്ത് HbPCV, ടോട്ടൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നിവ 1-2 ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ സ്റ്റേജിൽ മുഖശീർമത, വയറുവേദന, യൂറിൻ പോവൽ കുറയൽ, ശ്വാസം വലിക്കുമ്പോൾ നെഞ്ചുവേദന എന്നിവയും ഛർദി, BP കുറയൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഈ സ്റ്റേജ് 48 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. 72 മണിക്കൂർ കഴിഞ്ഞാൽ റിക്കവറി സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ കുറഞ്ഞ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, കൂടിയ HbPCV എന്നിവ നോർമലാകുകയും കുട്ടികൾ ബെറ്ററായി കാണപ്പെടുകയും ചെയ്യും. ഈ 3 സ്റ്റേജും 7 തൊട്ട് 10 ദിവസം വരെ നീണ്ടു നിൽക്കാം. 10 ദിവസം കഴിഞ്ഞാൽ ഫുള്ളി റിക്കവറി ആയി എന്ന് പറയാം. ഡെങ്കിപ്പനിക്ക് H1N1, COVID-19, മിസ്സി, എലിപ്പനി, ചിക്കൻ ഗുനിയ എന്നീ പനികളോട് സാമ്യമുള്ളതിനാൽ ഒരു ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് ഇവയൊന്നുമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.